മുനമ്പത്തെ പ്രശ്നമല്ല പരിഹരിക്കപ്പെട്ടത്. നിങ്ങൾ ആദ്യം മുതൽ ഞാൻ പറയുന്നുണ്ട്, ഭാരതത്തിൽ ഈ കിരാതമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നന്മയുള്ള സ്ഥാപനമാണ്. ആ നന്മയുള്ള സ്ഥാപനത്തിലെ അപാകതകൾ അല്ലെങ്കിൽ ഒരുപക്ഷെ കിരാത രൂപത്തിലേക്ക് അത് മാറുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനും വലിയ ഒരു സമൂഹത്തിന് അത് ദോഷകരമാവാതിരിക്കാനും ആ സമുദായത്തിലെ തന്നെ അല്ലെങ്കിൽ ആ വിഭാഗത്തിലെ തന്നെ ആൾക്കാർക്ക് പോലും ദോഷകരമായി ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമ നടപടിയാണ് അല്ലെങ്കിൽ ഒരു നിയമ മാറ്റമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് മുനമ്പത്തിനും ഗുണപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ഈ വലിയ എതിർപ്പാണ് കോൺഗ്രസിന്റെ അടക്കമുള്ള നേതാക്കളിൽ നിന്നുണ്ടായത്. അതിനെന്ത് കാണുന്നു? നിങ്ങൾ പാർലമെന്റിനപ്പുറം വല്ലതും കാണുന്നുണ്ടോ? ഒരു പാർലമെന്റ്, ഒരു സംശയവും വേണ്ട, പാർലമെന്റ് ആണോ സ്ഥാപനം? തീരുമാനങ്ങൾ എടുക്കുന്ന നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കാതെ ബാക്കി കാര്യങ്ങൾ ഇനി ഞങ്ങൾ നോക്കിക്കോളാം. അപ്പൊ എന്ത് ചെയ്യും കേരള സർക്കാർ? എന്ത് ചെയ്യും കേരള സർക്കാർ? ഇനി എന്ത് ചെയ്യും? ഒരു കമ്മീഷനെ നിയമിച്ചില്ലേ? കമ്മീഷൻ ഇപ്പൊ എവിടെയാ? എന്താണ് മലപ്പുറത്തു നിന്ന് വന്ന് വാഗ്ദാനം കൊടുത്തു പോയത്? എന്താണ് വടക്കംപറവൂർ നിന്ന് വന്ന് അദ്ദേഹം വാഗ്ദാനം കൊടുത്തു പോയത്? അതൊക്കെ എവിടെയാണ്? നിങ്ങളൊക്കെ അത് വലിയ സ്ഥാപനങ്ങളാണെന്നാണോ വിചാരിച്ച ആ വാഗ്ദാനങ്ങളൊക്കെ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ പാതകം ചെയ്തിരിക്കുന്നത്. പാവങ്ങളെ വഹിക്കുന്നതിന് നിങ്ങൾ കൂട്ടുനിന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ഒരു പക്ഷമുണ്ടോ നിങ്ങൾക്ക്? ചർച്ച പ്രധാനമാണല്ലോ. ചർച്ച എവിടെയാണ്? എന്തെങ്കിലും കുഴപ്പം നിങ്ങൾ കണ്ടോ? കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ ഇതിന് മുൻകാല പ്രാബല്യം പാർലമെന്റിലെ കേരളത്തിൽ നിന്നുള്ള എംപിമാർക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം, അവരെ കുറെ ആശങ്കകൾ രേഖപ്പെടുത്തി. പക്ഷെ അതില് എന്താണ് ഒരു ആ ആശങ്കകളിൽ അടിസ്ഥാനമില്ലേ? എന്തടിസ്ഥാനമാണുള്ളത്? നിങ്ങള് രാഷ്ട്രീയമൊന്നുമില്ലാത്ത, രാഷ്ട്രത്തിനോട് സ്നേഹമുള്ള, നല്ല ബുദ്ധിയും അറിവുമുള്ള, കുത്തിത്തിരിപ്പ് ഹൃദയത്തിലില്ലാത്ത, രാഷ്ട്രീയമേ ലവലേശമില്ലാത്ത നല്ല വിചക്ഷണരോട് പോയി ചോദിക്കൂ. അവർ വാദിച്ച കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? വിഭജിക്കാൻ വേണ്ടി ജനങ്ങളെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും മുസ്ലിങ്ങൾക്ക് ഇതെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞൊരു ദുഷ്പ്രചരണമല്ലേ അവരവരുടെ വാദങ്ങളിലൂടെ പാർലമെന്റ് നടത്തിയത്? അതിനത്രയും പുച്ഛത്തോടെ മാത്രമേ അവിടെയുള്ള ചർച്ചകളിൽ അതിന്റെ പരിസമാപ്തിയിൽ തെളിവതാണ്. ഇതിലൊരു ക്ലാരിറ്റി വെച്ചാൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പാർലമെന്റിൽ പറഞ്ഞതിൽ മുൻകാല പ്രാബല്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു എന്നതാണ് ഒരു. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ സർ. നിങ്ങളിപ്പം കിടന്നൊരു അങ്കലാപ്പ് ഉണ്ടാക്കാതെ, ഇത് വരികയില്ല എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ നിങ്ങൾ? JPCയിൽ ഇട്ടത് കത്തിച്ചു കളയുമെന്ന് പറഞ്ഞതല്ലേ നിങ്ങൾ? അതുപോലെ അല്ല, പറഞ്ഞത് ക്യാരി ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. അതാ പറഞ്ഞത്. അപ്പൊ അതുപോലെ നിങ്ങളിതും ക്യാരി ചെയ്തോളൂ. ഇപ്പോഴല്ലല്ലോ. അതാ അതിന്റെ പ്രവർത്തനം. ഈ മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി വരുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെയും ഇതിങ്ങനെ ചോദിച്ചോണ്ടിരുന്നെങ്കിൽ ഇതൊരു സ്ഥിരം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. മുനമ്പത്തെ ജനങ്ങൾക്കും ഈ മാറ്റം കൊണ്ട് ഗുണമാണ് എന്ന് പറഞ്ഞില്ലേ ആദ്യമേ? എന്റെ നാവ് നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ, മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്. ഇതാണ് കുത്തിത്തിരിപ്പ്. എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ്. എന്താ പാലാ ബിഷപ്പിനെ കുത്തിക്കൊല്ലാൻ തീരുമാനിച്ചില്ലേ? പാലാ ബിഷപ്പിനെ പിടിച്ച് അകത്തിടാൻ തീരുമാനിച്ചില്ലേ? അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ പാലയൂർ പള്ളി പൊളിക്കാൻ ആരാ വന്ന? ഇലക്ഷന് തൊട്ടു മുമ്പാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയങ്ങളിലാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അവരിത് ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ
അപ്പൊ അവരുടെ വിഷമം എന്താ? ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു, അത് കണ്ട അങ്കലാപ്പാണ്. അല്ലെങ്കിൽ പിന്നെ എന്താ ആങ്ങളെയും പങ്ങളും വരാഞ്ഞത്? എന്താ വരാഞ്ഞ്? അല്ല അതിന് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ചോരക്കണക്ക് കേരളത്തില് അത് പറഞ്ഞിട്ടുണ്ട്. ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ, ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനൽ? ബെസ്റ്റ്. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. നിങ്ങൾ മാറ്റി മൈക്ക് മാറ്റി